ഹായ് ഗൈസ്, കോഴിക്കോട് ഓട്ടോറിക്ഷ ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലിബ്രേഷൻ ടെസ്റ്റിനെ പറ്റിയാണ് കേട്ടോ. പല ആളുകൾക്കും അറിയാം. ഇപ്പോൾ ഓൾറെഡി ഇതിനു മുന്നേ നമ്മൾ CNG വാഹനങ്ങൾ കേരളത്തിൽ വന്ന സമയത്ത് അന്ന് എടുക്കുന്ന സമയത്ത് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം 3 വർഷം കൂടുമ്പോൾ കാലിബ്രേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണ്ട എന്ന് കരുതുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാലിബ്രേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്നാണ്. കാരണം നമ്മൾ കാലിബ്രേഷൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടുന്നല്ലാതെ കാലിബ്രേഷനെ പറ്റി ഒരു കാര്യം അറിയില്ല. അപ്പോൾ എന്തായാലും ഇത് CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഈ അറിവ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചെയ്യാതെ കണ്ടാലുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകളും കിട്ടുക. ഇതിൽ ഏകദേശം 14ഓളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളൊരു ടാങ്ക് കാലിബ്രേഷൻ്റെ ആവശ്യമായിട്ട് 14ഓളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ കാര്യമായിട്ട് 5 ടെസ്റ്റുകൾ. ഈ 5 ടെസ്റ്റുകളാണ് നമ്മൾ കറക്റ്റ് ആവണം. ഇതിലേതെങ്കിലും ഒന്ന് ഫയലായിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടാങ്ക് മാറ്റേണ്ടി വരും. പിന്നെ നമ്മൾ പുതിയ ടാങ്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ 5 ടെസ്റ്റുകളടക്കം നമ്മൾ 1 മുതൽ 14 വരെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഈ 5 ടെസ്റ്റുകളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതിലേതെങ്കിലും ഒന്ന് ഫയലായി പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ പിന്നെ പുതിയ ടാങ്ക് ഈ വണ്ടിയിലേക്ക് കയറ്റാറാണ് പതിവ്. ഇതിന് നമ്മളിപ്പോൾ കേരളത്തിൽ നിലവിൽ ഞാൻ അറിഞ്ഞ വിവരം കറക്റ്റാണോ എന്നറിയില്ല. എന്തായാലും ഈ മാസം ആക്റ്റീവ് ആവുമെന്നായിരുന്നു പറഞ്ഞത്. ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ. അതുപോലെ കാലിബ്രേഷൻ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മലപ്പുറത്തൊക്കെയുള്ള ഏജൻസി ഞാൻ അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് കാലിബ്രേഷൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗെയ്സ്, നമുക്ക് ടോട്ടൽ 14 കാര്യങ്ങളാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഇതിൽ ആദ്യത്തെ 3 നമുക്ക് ഒരു വിഷയമുള്ളതല്ല. പിന്നീടുള്ള 5 നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഈ ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ച് നമുക്കൊരു അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മളൊരു മറ്റൊരു വീഡിയോ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പി സ്ട്രൈക്കൊക്കെ വരും, ചാനലിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓൾറെഡി ചെറിയ സ്ക്രീനിൽ ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിസേവിങ് ഓഫ് സിലിണ്ടറാണ്. അതായത് നമ്മൾ വാഹനത്തിൽ നിന്ന് സിലിണ്ടർ ഊരുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഓൾറെഡി ബജാജ് കോമ്പാക്റ്റ് അതുപോലെ അതുൽ, ഈ 2 ഓട്ടോറിക്ഷകൾക്ക് ഇതിൻ്റെ ചേസ് പൊന്തിക്കേണ്ടി വരും. അതായത് ബോഡി പൊന്തിച്ചിട്ടേ ഉള്ളൂ ഇവർക്ക് ഈ സിലിണ്ടർ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ വണ്ടിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ചെറിയ വണ്ടിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഡീഗ്യാസിങ് ഓഫ് സിലിണ്ടർ. അതായത് ഇവർ കുറഞ്ഞൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അതിനൊരു സെറ്റപ്പ് ഉണ്ടാവും. ഇതിലുള്ള ഗ്യാസുകൾ മുഴുവനും പോകും കേട്ടോ. ഓൾറെഡി തീരെ പറ്റില്ല. ഉള്ള മുഴുവനും ഗ്യാസ് പോയതിന് ശേഷമേ ഉള്ളൂ ഇവർക്ക് ടെസ്റ്റിലേക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാലിബ്രേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ജനസാന്ദ്രത വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ കേരളത്തിൽ വരാൻ കുറച്ച് നേരം വൈകിയത്. അതുപോലത്തെ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ, അതായത് ഒരു പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്ലാത്തതിന് സർക്കാർ അതിനുള്ള അനുമതി കൊടുക്കാറില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ക്ലീനിങ് എന്നാണ് പറയുക. മൂന്നാമതായി ചെയ്യേണ്ടത്, അതായത് നമ്മളെ ഈ ഒരു മെഷീൻ ആദ്യം തന്നെ ഇവരെന്ത് ചെയ്യും, നല്ലവണ്ണം വെള്ളമൊക്കെ അടിച്ച് പുറത്ത് സോപ്പും പൊടിയോ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് നല്ലവണ്ണം വാഷ് ചെയ്യും. അതിനുശേഷം ഒരു മെഷീനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കുത്തനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലും നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്യും കേട്ടോ. അതിനുശേഷം ഇവർ എന്ത് ചെയ്യും, ആ മെഷീൻ തന്നെ തല കുത്തനെ വെക്കും. ഈ തല കുത്തനെ വെക്കുമ്പോഴും ചെറിയ ചെറിയ ദ്രാവകങ്ങൾ അങ്ങനത്തെ പല ഇതും ഉണ്ടാവും. ചെറിയ നമ്മൾ കണ്ണിന് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടായില്ല. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഇവർ പുറത്തോട്ട് തള്ളും. അതായത് ഗ്യാസ് കുറ്റീൻ്റെ ഉള്ളിൽ ഒരു സംഗതികളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവനും കംപ്ലൈൻറ്റ് ചെയ്യും. അതിനുശേഷം ഇനി വരാൻ പോകുന്നത് 5 കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഈ 5 കാര്യങ്ങൾ ഒരു കാരണവശാലും ഫയലാകാൻ പറ്റില്ല. ഫയലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്ക് തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ 3 വർഷം നമ്മൾ കഴിഞ്ഞിട്ട് ടാങ്ക് കാലിബ്രേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അലക്ഷ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം വൃത്തിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല കേട്ടോ. സ്വാഭാവികമായിട്ടും നമ്മൾ റഫ് യൂസിങ്ങിലൊക്കെയാണ് ഇത് കൂടുതലും വരാറ്. അത് കൂടി ശ്രദ്ധിക്കുക. നമ്മൾ നല്ലവണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ കംപ്ലൈൻറ്റ് വരാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ 4-മത്തത് വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്നാണ് പറയുക.
വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു എഞ്ചിനീയർ വന്നിട്ട് ഈ ടാങ്കിന് വല്ല ചതവോ അല്ലെങ്കിൽ ടാങ്കിന് വല്ല ഡാമേജുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവരെ കൈകളിലുള്ള മിഷൻ എക്സ്റേ വെച്ചിട്ട് നോക്കൂ. ഒരു കമ്പി പോലത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ, ഇതിനെന്ത് വളവോ തിരിവോ ഒക്കെ ഉണ്ടോ നോക്കൂ. എന്നിട്ട് അദ്ദേഹം ഓക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് അടുത്ത സെക്ഷനിലേക്ക് പോവുക. അടുത്ത ടെസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇതിന് ഒരു വെയിറ്റ് ടെസ്റ്റിംഗ് എന്നാണ് പറയുക. അതായത് 5ാമത്തെ ടെസ്റ്റ് വെയിറ്റ് ടെസ്റ്റിംഗ് ആണ്. ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കറക്റ്റ് ഒരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റിൽ, അതായത് നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് കമ്പനി പറയുന്ന ഒരു ഒറിജിനൽ വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റിൽ നിന്ന് 5% 5% വരെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. 5%-ലധികം ഈ സിലിണ്ടറിൽ വെയിറ്റ് കുറവാണെങ്കിൽ അവിടെ ഇത് ഫൈൽഡ് ഔട്ടോ. അത് ഓക്കെ ആണെങ്കിൽ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇനി നമ്മൾ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാര്യമായിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇത് പറയണമെങ്കിൽ തന്നെ ശരിക്കും നല്ലവണ്ണം നാവ് പഠിക്കണം. ഇതിൻ്റെ പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന്. ഇതിൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാര്യമായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചേമ്പർ ഉണ്ടാവും. ആ ചേമ്പറിലേക്ക് ഇവർ മുഴുവനും വെള്ളം അടിക്കും. വെള്ളം അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ സിലിണ്ടർ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ നമ്മളെ ആദ്യം വെച്ച മെഷീനിൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ ചേമ്പറിൻ്റെ മുകളിലെ ടോപ്പും ഈ സിലിണ്ടറിൻ്റെ വാൾവ് കൂടിയും കൂട്ടി യോജിപ്പിച്ച് ടൈറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ചേമ്പറിലേക്ക് കൊണ്ടുവന്ന് വെക്കും. ചേമ്പറിൽ വെക്കുമ്പോൾ ഓൾറെഡി വെള്ളം ഉണ്ടാവും കേട്ടോ. വെള്ളം ഫുള്ളായിട്ട് വേണം. എന്നിട്ട് ഈ ചേമ്പർ നല്ലവണ്ണം നല്ല ശ്രദ്ധിച്ച് തന്നെ അടയ്ക്കണം. കാരണം ഇതിലേക്ക് നമ്മൾ ഇനി അടുത്ത സെക്ഷന് പ്രഷർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ ഇത് പുറത്തോട്ട് തെറിക്കാനും പൊട്ടിത്തെറിക്കാനൊന്നും പറ്റില്ല. അതിന് വേണ്ടി നല്ലവണ്ണം അടിക്കും ഈ ചേമ്പറിൽ. അതിനുശേഷം നമ്മൾ മോട്ടറൊക്കെ മാതിരിയുള്ള ഒരു പ്രഷറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ആ സംഗതി മോട്ടർ പോലെ ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുമ്പോൾ ഇതിനൊരു കണക്കുണ്ട് കേട്ടോ. 350 വരെ ഇവർ കൊടുക്കും. അങ്ങനെ 350 വരെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത ടെസ്റ്റിലേക്ക് കടന്നു. നമ്മൾ ഈ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മളെ ടാങ്കിലോ ഒരു പൊട്ടിത്തെറിയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ അടുത്ത സെക്ഷനിലേക്ക് പോകും. കാരണം അന്നേരം എന്ത് ചെയ്യും, ഇതിൻ്റെ ഓൾറെഡി നമ്മൾ പ്രഷർ ഉണ്ടാവില്ല. ഈ പ്രഷറെല്ലാം റിലീസാക്കിയതിന് ശേഷമാണ് അടുത്തതിലേക്ക് പോവുക. അതിൻ്റെ പേരാണ് ഡ്രെയിനിങ് ഓഫ് സിലിണ്ടർ എന്ന് പറയുക. ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടറിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവില്ല. ആ വെള്ളം എല്ലാം തലകുത്തിനെ വെച്ച് മുഴുവനും കളയുക. മുഴുവനും പോയി കഴിഞ്ഞതിന് ശേഷം അത് ഉണക്കും. ഉള്ളിലേക്ക് ചൂടുകാറ്റൊക്കെ കടത്തി വിടും കേട്ടോ. അതിനുശേഷമൊക്കെയാണ് ഇത് ഉണക്കുക. ഇതിനാണ് ഈ സെക്ഷൻ പറയുക. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകും. അതിൻ്റെ പേരാണ് അൾട്രാസോണിക് ടെസ്റ്റ് എന്ന് പറയുക. അൾട്രാസോണിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ നമ്മൾ ഓൾറെഡി എഞ്ചിനീയർ നോക്കിയല്ല നമ്മളെ ടാങ്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ടാങ്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അതിനും വേറെ മിഷനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ഫുള്ള് ടെസ്റ്റ് ചെയ്തിട്ട് ഈ എഞ്ചിനീയർ പറയുകയാണ് ഇതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൂ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിലെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഇതിൻ്റെ ഫയലാവും കേട്ടോ. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്ത സെക്ഷനാണ് ബ്രോസ്കോപ്പി ടെസ്റ്റ്. നമ്മൾ ബ്രോസ്കോപ്പി ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ടെസ്റ്റ് ഓൾറെഡി ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഒരു നമ്മളെ ഹൃദയമെടുപ്പൊക്കെ ചെക്ക് ചെയ്യുന്ന മാതിരിയുള്ള ഒരു മെഷീനുണ്ട്. ആ മെഷീൻ വെച്ചിട്ട് കൂടി ഇതിലേക്ക് ടെസ്റ്റ് ചെയ്യും കേട്ടോ. അതിനുശേഷമാണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുക. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ വയറ് പോലത്തെ സാധനം കേട്ടോ. അതിലേക്ക് ഒരു ക്യാമറ ഉണ്ടാവും. ഈ ക്യാമറ വെച്ച് നമ്മുടെ ടാങ്കിൻ്റെ അകത്തേക്ക് ഇവർ കടത്തിവിടും. എന്നിട്ട് അതിൻ്റെ ഫുള്ള് ചെക്ക് ചെയ്യും. ഈ ക്യാമറൻ്റെ തുമ്പത്ത് ചെറിയ LED ലൈറ്റ് ഉണ്ടാവും കേട്ടോ. കാരണം എന്നാലുള്ള അവർക്ക് കാണാൻ കഴിയുക. അത് അവർ സ്ക്രീനിൽ, അതായത് ചിലപ്പം ഫോണുമായിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അവർ കാണും. അപ്പോൾ അതിലും എഞ്ചിനീയർ പറയാണ് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യപ്പെട്ട ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു, പാസ്സായിട്ടോ. ഇനി നമ്മൾ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഈ കാര്യങ്ങൾ വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് പാസ്സായി. ഇനി അടുത്ത ടെസ്റ്റാണ് സ്റ്റാമ്പിങ് ആൻഡ് വാല്യൂ ഫിറ്റിംഗ്. അതായത് നമ്മൾ വാൾവ് കൊടുക്കുക, ഓൾറെഡി നേരത്തെ ഊരിയതാണല്ലോ, ആ വാൾവ് കൊടുക്കുക. പിന്നെ സ്റ്റാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ച് ചെയ്യാന്ന് പറയല്ലേ. നമ്മൾ മുമ്പൊക്കെ ഉളി കൊണ്ടൊക്കെയാണ് കുത്തി വെക്കൽ, ഇപ്പം പഞ്ചിങ് ആയിട്ടുണ്ട്. അതിനാണ് സ്റ്റാമ്പിങ് എന്ന് പറയുക. അതിനുശേഷം നമ്മൾ പോകുന്നതാണ് റെക്കോർഡ് കീപ്പിംഗ്. അതായത് ഇതിൻ്റെ രേഖകളൊക്കെ ഓൾറെഡി അവർ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനുള്ള പേരാണ് റെക്കോർഡ് കീപ്പിംഗ്. അതിൻ്റെ അടുത്തതാണ് പെയിൻറ്റിങ്. പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എല്ലാ വർക്കുകളും കഴിഞ്ഞൊക്കെ ഓക്കെ ആയിട്ടുണ്ടല്ലോ. ഓക്കെ ആയപ്പോൾ ഇവരെന്ത് ചെയ്യും, നല്ലവണ്ണം പെയിൻറ്റ്, വെള്ളയും ചുവപ്പുമാണ് സാധാരണ ഉണ്ടാകുക. ഒരു നല്ലവണ്ണം പെയിൻറ്റൊക്കെ അടിച്ച് നമുക്ക് നല്ലവണ്ണം ഉണക്കി റെഡിയാക്കി തരും.
അതിനുശേഷം ആയിരിക്കും നമ്മൾ സാധാരണമായി സിലിണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏജൻസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഏജൻസിൻ്റെ അടുത്ത് നിന്നാട്ടോ ചെയ്യുക. അതായത് പെയിൻറ്റിങ് വരെ ഉള്ളൂ നമ്മൾ അവിടുന്ന് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏജൻസിൻ്റെ അടുത്ത് നിന്നായിരിക്കും ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇവർ സിലിണ്ടർ ഫിറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മളെ ഒരു പ്ലേറ്റ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഒരു ഡേറ്റ് നമ്മളെ ഈ സൈഡ് ഭാഗത്ത് കൊടുക്കല്ലോ, ഓട്ടോൻ്റെ ഒക്കെ ആണെങ്കിൽ സൈഡ് ഭാഗത്ത് ഉണ്ടാവും. അത് അവർ അവിടുന്ന് ഫിറ്റ് ചെയ്യും. അതിന് ഡേറ്റും അതിന് ഇനി അടുത്ത എന്നാണ് കാലിബ്രേഷൻ ചെയ്യേണ്ടത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ചെയ്തു തരും. അതിനുശേഷമായിരിക്കും സർട്ടിഫിക്കേഷൻ പ്രോസസ്സിങ്. അതായത് ഇത് ചെയ്തെന്നുള്ള ഇതിൻ്റെ രേഖകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാലിബ്രേഷനിൽ ചെയ്യാനുള്ളത്. ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് പറഞ്ഞത്, എന്നാലും എനിക്കറിയാം വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം ഒരു CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്നാലും എനിക്കറിയുന്ന മാക്സിമം അറിവുകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. കാരണം നമ്മളെ എല്ലാ ഒരുവിധം സബ്സ്ക്രൈബർമാരൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർക്കൊരു അറിവ് കൂടിയായിരിക്കും. അതുപോലെ CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ അറിയട്ടെ കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണെന്ന് അറിയണമല്ലോ. കാര്യം അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും, ഇഷ്ടമായിട്ടില്ലെങ്കിൽ അൺലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.